ഹായ് എല്ലാവർക്കും നമസ്കാരം. വളരെ സ്പെഷ്യലായ ഒരു റെസിപ്പിയുമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഈ റെസിപ്പിയുടെ പേര് കോക്കനട്ട് സ്വിസ് റോൾ. പേരൊന്നും കേട്ട് ആരും ഞെട്ടണ്ട കേട്ടോ, അത്രയൊന്നും ബുദ്ധിമുട്ടല്ല, വളരെ എളുപ്പമാണ്. മാത്രമല്ല ഇതൊരു ഫയർലെസ് കുക്കിംഗ് ആണ്. നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ ഗ്യാസ് സ്റ്റവിൻ്റെ ഒന്നും ആവശ്യമില്ല. ചുരുക്കി പറഞ്ഞാൽ അല്പം പോലും നമ്മളിത് ചൂടാക്കി എടുക്കുന്നില്ല. വീഡിയോയിലേക്ക് കടക്കും മുമ്പേ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് താഴെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ. എങ്കിൽ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഞാനിവിടെ 200 ഗ്രാം ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് തേങ്ങയൊന്ന് ഡ്രൈ ആക്കി പൊടിച്ചെടുക്കുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് എല്ലായിടത്തും വാങ്ങാൻ കിട്ടുന്നതാണ്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ എത്രയാണോ അതേ അളവിൽ തന്നെ നമ്മൾ പാൽപ്പൊടി എടുക്കണം. ഇതുകൂടി ഞാൻ ഈ ബൗളിലേക്ക് മാറ്റുകയാണ്. ഇത് പൊടിച്ച പഞ്ചസാരയാണ്. ഞാനിവിടെ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. അധികം മധുരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പാൽപ്പൊടിയിലൊക്കെ ആവശ്യത്തിനുള്ള മധുരം ഉണ്ടാവും. ബാക്കിയുള്ള മധുരം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ കൈ വെച്ച് കുഴയ്ക്കുമ്പം വല്ലാതെ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ഇനി ഇതെല്ലാം സ്പൂൺ വെച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് കുഴച്ചെടുക്കാൻ വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. അപ്പോൾ പഞ്ചസാരയുടെ ആവശ്യം ഉണ്ടാവില്ല. ഞാനിവിടെ പാൽ ഉപയോഗിച്ചാണ് കുഴച്ചെടുക്കാൻ പോകുന്നത്. പാല് കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് കുറച്ചൊന്ന് ലൂസായിട്ടാണ് കുഴച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലും കുഴച്ചെടുക്കാം. അങ്ങനെയാവുമ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തി എടുക്കണം. കണ്ടല്ലോ, ഈ മാവ് കുറച്ചൊന്ന് സ്റ്റിക്കി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിതിൻ്റെ പകുതി ഭാഗം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. കാരണം നമ്മളിത് 2 കളറായിട്ടാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ചെറിയൊരു പിസ്ത ഗ്രീനിൽ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ കുറച്ച് ഗ്രീൻ കളർ ഒഴിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളറിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി കളറില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. പക്ഷെ കാണുമ്പോൾ ഒരു ലുക്കൊക്കെ വേണമല്ലോ, അതുകൊണ്ട് കുറച്ച് ചേർക്കുകയാണെന്നേ ഉള്ളൂ. കളർ ചേർക്കാത്ത ഭാഗം ഞാനിപ്പോൾ ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കുകയാണ്, ഒന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കിതിന് പകരം അലൂമിനിയം ഫോയിലും ഉപയോഗിക്കാം. അതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് കിട്ടും. ഇനി ഇതൊന്ന് ഈ പേപ്പറിൽ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. കുറച്ചൊരു സ്റ്റിക്കി ആണ്, എന്നാലും കുഴപ്പമില്ല, നമുക്കിത് നന്നായിട്ട് തന്നെ പരത്തിയെടുക്കാൻ സാധിക്കും. ഇത് കുറച്ച് കട്ടിയിലാണ് പരത്തിയതെങ്കിൽ നമുക്ക് ചപ്പാത്തി പലകയുടെ മുകളിൽ വെച്ചിട്ട് കോല് കൊണ്ടൊന്ന് പരത്തി എടുക്കാൻ സാധിക്കും. ആദ്യത്തെ ലെയർ വേണമെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിലൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ മുകളിൽ ലെയർ വെക്കാൻ എളുപ്പമായിരിക്കും. പക്ഷെ ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല, പെട്ടെന്നൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇതാ ഇതിൻ്റെ മുകളിലേക്ക് ഗ്രീൻ കളർ കൂടി വെച്ച് കൊടുക്കുകയാണ്. ഇതും ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കണം. അത്ര ഷേപ്പിലൊന്നും കിട്ടണമെന്നൊന്നുമില്ല, നമ്മളിതൊന്ന് റോൾ ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടി പിസ്തയോ ബദാമോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം, ട്യൂട്ടി ഫ്രൂട്ടിയോ. പക്ഷെ ഞാനിവിടെ കുറച്ച് കാരക്ക ചെറുതായിട്ട് മുറിച്ചതാണ് എടുത്തിരിക്കുന്നത്. ഞാനിത് ഫോൾഡ് ചെയ്ത് വെക്കുന്ന ഒന്ന് നോക്കൂ. ഞാനിതിൻ്റെ നടുഭാഗം കറക്റ്റായിട്ട് വെച്ചിട്ട് ഒന്ന് മടക്കിയെടുക്കുകയാണ്. നിങ്ങളിത് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ശരിക്കും ഒന്ന് റോൾ ചെയ്ത് ഒരു പ്രത്യേക ഷേപ്പിൽ ഉരുട്ടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് മുറിക്കുമ്പം എല്ലാ ഭാഗത്തും 2 കളർ കൂടെ മിക്സായിട്ട് കിട്ടും. സൈഡും കൂടി ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഞാനിത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാൻ പോവുകയാണ്. ഇതപ്പോൾ അരമണിക്കൂറായി. ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. ബട്ടർ പേപ്പർ ആയതുകൊണ്ട് ചെറിയൊരു നനവ് വന്നിട്ടുണ്ട്. ഫോയിൽ പേപ്പർ ആണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ ഊരി മാറ്റാൻ സാധിക്കും. ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ കണ്ടല്ലോ, ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഉള്ളിൽ ഫുള്ള് ഗ്രീൻ കളറും ചുറ്റുവട്ടത്തും ക്രീം കളറുമാണ്. കഴിക്കാനും നല്ല സൂപ്പറാണ്. ഫ്രിഡ്ജിൽ വെച്ച് കുറച്ചുകൂടെ ഒന്ന് തണുപ്പിച്ചോളൂ, ഒന്നുകൂടി സ്റ്റിഫായിട്ട് കിട്ടും. നിങ്ങൾക്ക് കാണാമല്ലോ എന്ത് രസമാണല്ലേ നമ്മുടെ സ്വീറ്റ് കാണാൻ. ഇതിപ്പോൾ കടയിൽ പോയി വാങ്ങി കഴിക്കണമെങ്കിൽ നമ്മൾ എത്ര രൂപ കൊടുക്കണം? വളരെ കുറഞ്ഞ ചിലവിൽ നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. വളരെ എളുപ്പമാണ്, വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. മാത്രമല്ല ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഇട്ടിട്ട് പോയിക്കോളൂ കേട്ടോ. എന്നാൽ പിന്നെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.